നമസ്കാരം. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ടാഗ്ലൈൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നായിരുന്നെങ്കിൽ ജനങ്ങൾ UDF ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ വാചകത്തിന്റെ തൊട്ടുമുകളിൽ മുഖ്യമന്ത്രിയുടെ തല ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ തല ഇനി വേണ്ട എന്ന് ജനം വിധി എഴുതിയത് കൊണ്ടാണ് മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് UDF ഉണ്ട് എന്ന മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിയുകയും ചെയ്തു. പ്രതിപക്ഷത്തായതോടുകൂടി പാർട്ടിയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം മറ്റാരുണ്ട് പിണറായി വിജയൻ അല്ലാതെ എന്നാണ്. ഒന്നും രണ്ടൊന്നും അല്ല, ഒരു പിണറായിക്ക് പകരം ഒരുപാട് പിണറായികളുണ്ട്. പക്ഷെ പിണറായിസത്തിന് പകരമായി വെക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ പിണറായി അതൊന്ന് മനസ്സിലാക്കണം എന്ന് CPM-ൽ നിന്ന് തന്നെ CPM-ന്റെ അനുയായികളും നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുന്നതിൽ വളരെ വലിയ പ്രതിഷേധവുമുണ്ട്. നിലവിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ പാർട്ടിയിൽ അതിശക്തനായി വളർന്നു വരുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് ബാലഗോപാലിനെ കൊണ്ടുവരാൻ വേണ്ടി ജില്ലാ നേതൃത്വങ്ങളെല്ലാം ശക്തമായി ശ്രമിക്കുന്നുണ്ട്. നിയമസഭയിൽ KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാകാത്തതിനെ ചൊല്ലി കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കനത്ത പ്രതിഷേധമാണ് പുകയുന്നത്. ഈ പ്രതിഷേധം ഇപ്പോൾ പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക്, അതും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ജില്ലാ നേതൃത്വത്തിലേക്കും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവില് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായോ പാർലമെന്ററി പാർട്ടി നേതാവായോ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉള്ള വഴി എളുപ്പമായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലഗോപാലിന്റെ പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള വളർച്ച അത് തടയിടൽ നിർബന്ധമാണ്. പിണറായി വിജയൻ എന്ന ഒരു നേതാവിനപ്പുറം അല്ലെങ്കിൽ പിണറായി വിജയൻ അപ്പുറത്തേക്ക് മറ്റൊരാൾ വളരേണ്ടതില്ല എന്നുള്ള നിലപാട്, അല്ലെങ്കിൽ തനിക്ക് തുല്യമായി മറ്റൊരാൾ വളരേണ്ടതില്ല എന്നുള്ള നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് പോലും മറ്റൊരാളെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ബോധപൂർവം ബാലഗോപാലിന്റെ വളർച്ചയെ തടയാൻ പ്രായവും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യാവസ്ഥയുണ്ട് അതൊന്നും വകവയ്ക്കാതെ വീണ്ടും പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് കയറിയിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം തനിക്ക് കീഴെ അല്ലെങ്കിൽ തനിക്ക് മേലെ ആരും വളരരുത്, പാർട്ടിയിൽ മറ്റാരും വളരരുത് എന്നുള്ള പിണറായി വിജയന്റെ ഈ നിലപാടിനെതിരെയാണ് കൊല്ലത്തെ പാർട്ടി ചർച്ചകളിൽ ആദ്യം എതിർപ്പ് ഉയർന്നത്. പിണറായി വിജയന്റെ ഈ അപ്രമാദിത്വത്തെ എതിർത്തുകൊണ്ട് കൊല്ലം യോഗത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാന വിമർശനം ആരോഗ്യ രംഗത്തെ നേതാക്കളുടെ ഇരട്ടത്തപ്പാണ്. ആരോഗ്യമന്ത്രിയുടെ ആ പ്രവർത്തനം, കേരളത്തിലെ ആരോഗ്യ രംഗം ലോകോത്തരമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിലപാട്, എന്നാൽ അതിനുശേഷം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു നിന്നിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലെ ശോച്യാവസ്ഥ, അത് നാണക്കേടുണ്ടാക്കിയ കഥ, മന്ത്രിയുടെ കഴുത്തുള്ളിക്ക് നാടകം, ഇങ്ങനെ ധാരാളം കേസുകൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഓരോ മന്ത്രിമാരും തങ്ങളുടെ പങ്ക് വരെ ഈ വൻ പരാജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ കാരണമായിട്ടുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, സഭാ നേതാവ് എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ തിരുത്താൻ തയ്യാറായിട്ടില്ല, ഒരു നേതാവായി അദ്ദേഹം മാറിയിട്ടില്ല എന്ന കടുത്ത വിമർശനവും ജില്ലാ നേതൃത്വങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രോഗചികിത്സയ്ക്കായി കുടുംബസമേതം അമേരിക്കയിലേക്ക് പറഞ്ഞപ്പോ തന്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ചികിത്സ നടത്താൻ വേണ്ടി ബാലഗോപാൽ തന്റെ ശരീരത്തെ ഏൽപ്പിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അതായത് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ആരോഗ്യരംഗത്തെ വിശ്വാസമില്ല, അതേസമയം ബാലഗോപാലിനെ അടക്കമുള്ള മറ്റു മന്ത്രിമാർക്ക് കേരളത്തിലെ ആരോഗ്യരംഗത്തെ വിശ്വാസമുണ്ട് താനും. ഇത്തരം സുതാര്യവും മാതൃകാപരവുമായിട്ടുള്ള നേതാക്കൾ അവരെ തഴഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കടുത്ത അപമതിപ്പുണ്ടാക്കിയ പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളെ കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമാണ് എന്നാണ് പാർട്ടി പ്രതിനിധികൾ തുറന്നടിച്ചത്. സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ നഖശികാന്തം വെറുക്കുന്ന മൂന്നാം പിണറായി സർക്കാർ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രം പാർട്ടി കേന്ദ്രങ്ങൾ പോലും തോൽപ്പിച്ചു വിട്ട അതേ സ്ഥാനത്ത് അതേ പാർട്ടിയെ നശിപ്പിക്കാൻ വീണ്ടും എന്തിനാണ് പിണറായി വിജയൻ തന്റെ മുഖം തന്നെ വീണ്ടും കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വവും തെക്കൻ കേരളത്തിലെ അമർഷവും പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബി തങ്ങൾക്ക് വഴങ്ങാത്ത മറ്റ് ജില്ലകളിലെ ജനപ്രതിനിധിയുള്ള നേതാക്കളെ വളരാൻ അനുവദിക്കില്ലെന്ന് ശാഠ്യം പിടിക്കുകയാണ്. കണ്ണൂരിലെ കനത്ത തോൽവിക്ക് വഴിയൊരുക്കിയത് MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ബന്ധുത്വ നിയമനം, അതുപോലെ സ്വന്തക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതി, അവരെ പിൻവാതിൽ കൂടി നിയമിക്കുന്ന രീതി, ഇതൊക്കെ കാരണം
ജനങ്ങൾ ഈ സർക്കാരിനെ ഏറ്റവും അധികം വെറുത്തു എന്നും പാർട്ടിയിൽ തിരുത്തേണ്ട തെറ്റുകൾ ഒരുപാടുണ്ടെന്ന് തുറന്നടിച്ച് തളിപ്പറമ്പിൽ വിജയിച്ച ടി കെ ഗോവിന്ദൻ ഇന്ന് അതിശക്തനായ ഒരു വിമതനായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടി പിന്തുണയുള്ള ഒരു നേതാവായി വളർന്നിരിക്കുകയാണ്. അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ്. മാത്രമല്ല ശബരിമല യുവതി പ്രവേശനത്തില് പാർട്ടി ആദ്യം സ്വീകരിച്ച നിലപാട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയില് പാർട്ടി സ്വീകരിച്ച നിലപാട്, കുറ്റക്കാരായിട്ടുള്ള പാർട്ടി നേതാക്കളെ സംരക്ഷിച്ചിട്ടുള്ള നടപടികൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ഇതിനൊക്കെ മൂല കാരണം പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ സപ്പോർട്ടാണ് എന്നാണ് ഇവരെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും അധികം വിമർശനമുണ്ടായത് പിണറായി വിജയന്റെ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പൊതുവേദിയിലുള്ള സംസാരമാണ്. ആവശ്യമില്ലാത്ത വാക്കുകൾ, അത് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അത് ഔചിത്യമാണോ അനൗചിത്യമാണോ എന്നതല്ല വിഷയം. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, കടക്ക് പുറത്ത് മാധ്യമങ്ങളെ പിടിച്ച് പുറത്താക്കുന്ന രീതി, സൗമ്യമായി കാര്യങ്ങൾ പറയുന്ന സ്ഥാനത്ത് അവരെ ചവിട്ടി പുറത്താക്കുന്ന രീതി, ഇത് മാത്രമല്ല ഒരു പൊതുവേദിയിൽ വെച്ച് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ ചെറിയ രീതിയിലൊന്നും അല്ല പാർട്ടിക്ക് ദോഷം ചെയ്തത് എന്നാണ് ജില്ലാ നേതൃത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നന്നാകണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്, പിന്നീട് മാറേണ്ടത് പിണറായി വിജയനാണ്. ജനങ്ങൾക്ക് ഏറ്റവും വിരോധമുള്ള പാർട്ടി ഇന്നിപ്പോ ഏതാന്ന് വെച്ചാൽ CPM ആയി മാറിയിരിക്കുകയാണ്. അതിൽ തന്നെ സഖാവ് പിണറായി വിജയന്റെയും അതുപോലെ എന്തും വിളിച്ചു പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ വാക്ക് മാറ്റുന്ന പാർട്ടി സെക്രട്ടറിയുടെയും പെരുമാറ്റം, അവരുടെ ശരീരഭാഷ, ഇതൊക്കെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട്. പാർട്ടി അണികൾ തന്നെ മാറി ചിന്തിക്കുന്നതിൽ ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. തളിപ്പറമ്പിൽ നോക്കൂ, LDF അടിച്ചേൽപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കേൾക്കാത്തതിനാലാണ് സഖാക്കൾ മാറി വോട്ട്. ഈ തെറ്റിന് തളിപ്പറമ്പിലെ ജനങ്ങളോട് CPM നേതൃത്വം മാപ്പ് പറയേണ്ടതുണ്ട്. അതായത് ഓരോ സ്ഥലത്തും തങ്ങളുടെ നേതാക്കളെ ഒതുക്കാൻ വേണ്ടി അവർ തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുക, അതുപോലെ തങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കണം എന്ന് ഉറപ്പുള്ള ബന്ധുക്കളെയും മറ്റുള്ളവരെയും ഭാര്യമാരെയും ഒക്കെ അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പാർട്ടിയുടെ അടിമകൾ എന്ന് പാർട്ടി അനുയായികളെ അടിമകളാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് മത്സരിപ്പിക്കുക, ഇതൊക്കെ ചെറിയ ഒരു എതിർപ്പല്ല നേതാക്കളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ നേതാക്കളോടുള്ള എതിർപ്പോ ഒന്നും അല്ല പരാജയത്തിന്റെ പ്രധാന കാരണം. MP ഗോവിന്ദൻ, പിണറായി വിജയൻ, ഇവർ രണ്ടുപേരും വെളുപ്പിച്ചെടുക്കാൻ നോക്കുമ്പോഴും TK കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനും ഉൾപ്പെടെയുള്ളവർ തിരുത്താൻ മുന്നറിയിപ്പ് കൊടുത്തപ്പോഴും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയതിന്റെ ഒരു ആകത്തുകയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് നോക്കിയാൽ മനസ്സിലാകും. അതായത് പറയേണ്ടവർ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിന്റെ പോക്ക് ശരിയല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവില്ല, ജനം തിരസ്കരിക്കുന്ന ഒരു സാഹചര്യം വരും, പാർട്ടിയുടെ അണികളെല്ലാം കൈയൊഴിയുന്ന ഒരു സാഹചര്യം വരും എന്ന്. അത് പറഞ്ഞവരെ ഒക്കെ പാർട്ടി വിരുദ്ധരാക്കി മുദ്ര കുത്തിയത് കൊണ്ട് മാത്രമാണ് തിരുത്താൻ ശ്രമിച്ച് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിച്ചവരൊക്കെയാണ് കഴുത്തിൽ പിടിച്ച് പുറത്താക്കിയത്. പക്ഷെ അവരൊക്കെ അതേ പാർട്ടി അണികളുടെ മുന്നിൽ നിന്നുകൊണ്ട് വിജയിച്ചിട്ടുണ്ട്, നിയമസഭയിലുണ്ട് എന്നതുകൂടി ആലോചിക്കണം. ഇവിടെ മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ 13 മന്ത്രിമാർ തോറ്റെടുത്താണ് ഈ വിമതരായിട്ടുള്ള 3-4 പേർ, അതായത് പാർട്ടിയെ സ്നേഹിക്കുന്ന, അതേസമയം പാർട്ടിയിൽ നിന്ന് വിട്ടുമാറി മത്സരിച്ച അവരെല്ലാം വൻപിച്ച ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ എത്തിയത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. Different angles. Don't forget to subscribe and support this channel.